T20 ലോകകപ്പിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം. അടുത്ത ആഴ്ചയാണ്, അതായത് ഫെബ്രുവരി 7-നാണ് ക്രിക്കറ്റ് മാമാങ്കത്തിന് കളമൊരുങ്ങുന്നത്. ഇത്തവണ ഇന്ത്യയും ശ്രീലങ്കയുമാണ് T20 ലോകകപ്പിന് വേദിയാകുന്നത്. ഇന്ത്യ തന്നെയാണ് ഈ T20 ലോകകപ്പിലെ ഫേവറേറ്റുകളും. സൂര്യകുമാർ യാദവിന് കീഴിൽ ഇതുവരെ T20 പരമ്പര തോൽക്കാത്ത ഇന്ത്യക്ക് ഇത്തവണ T20 ലോകകപ്പ് കിരീടം നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷകളും ഇത്തവണ വളരെ കൂടുതലാണ്. ഇത്തവണത്തെ T20 ലോകകപ്പിൽ ഇന്ത്യക്കായി സെഞ്ചുറി പ്രകടനങ്ങൾ നടത്താൻ സാധ്യതയുള്ള 3 പേർ ആരൊക്കെയാണെന്ന് പ്രവേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ സുരേഷ് റെയ്ന. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവർക്ക് സെഞ്ചുറി നേടാൻ കഴിയുമെന്നാണ് റെയ്ന പറയുന്നത്. സഞ്ജു സാംസൺ സെഞ്ചുറി നേടാൻ സാധ്യതയുള്ളൊരു താരമാണ്. ഓപ്പണറായി ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിന് സെഞ്ചുറിയിലേക്ക് എത്താൻ കഴിവുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ 2 സെഞ്ചുറി നേടിയ ആളാണ് സഞ്ജു. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അവിടെയുണ്ട്. ഈ രണ്ടിലൊരു താരത്തിന് ഈ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചേക്കും. സഞ്ജു ഇത്തവണത്തെ T20 ലോകകപ്പിൽ സെഞ്ചുറി നേടുമെന്ന് താൻ ഉറപ്പായും കരുതുന്നു എന്നാണ് ന്യൂസ് 18 നൽകിയ ഒരു അഭിമുഖത്തിൽ സുരേഷ് റെയ്ന പറഞ്ഞത്. ഫോമിലായാൽ സഞ്ജു സാംസന് ഒരു സെഞ്ചുറി പ്രതീക്ഷിക്കാം. കാരണം ഓപ്പണിംഗ് ഇറങ്ങുന്നതുകൊണ്ട് പൂർണ്ണമായും കളിക്കാനുള്ള ഓവറുകൾ കിട്ടും. ഇതിനോടകം 3 തവണ ഇന്ത്യക്കായി T20 സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് സഞ്ജു. എന്നാൽ സഞ്ജുവിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ്. 2025 മുതലുള്ള കണക്ക് നോക്കുമ്പോൾ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുമില്ല. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിൽ 4 മത്സരത്തിൽ നിന്ന് വെറും 40 റൺസാണ് സഞ്ജുവിന് ആകെ നേടാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഇടം ലഭിക്കുമോ എന്ന കാര്യം പോലും ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും സഞ്ജുവിനെ പുറത്തിരുത്തില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. സഞ്ജുവിന് ഇപ്പോഴത്തെ മോശം ഫോമിൽ നിന്ന് തിരിച്ചു വരാനാവുമെന്നാണ് റെയ്ന പറയുന്നത്. ഫോം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണെന്നാണ് കരുതുന്നത്. ഇതിനോടകം റൺസ് നേടി കരുത്ത് തെളിയിച്ചവനാണ് സഞ്ജു. അത് ഇന്ത്യക്കായി കളിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അവൻ ചെയ്തിട്ടുണ്ട്. സൂര്യകുമാർ യാദവിനെ നോക്കിയാലും 1 വർഷത്തോളം നിരാശപ്പെടുത്തിയ ശേഷമാണ് ഫോമിലായത്. അതേ അവസ്ഥയിലൂടെയാണ് സഞ്ജുവും കടന്നുപോകുന്നത്. അവനെ തുടർച്ചയായി അവസരം ലഭിച്ചാൽ അവൻ തീർച്ചയായും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും റെയ്ന പറയുന്നു. ഇന്ന് ന്യൂസിലൻഡിനെതിരായ അവസാന T20-യിൽ സഞ്ജു കളിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിൻ്റെ സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന മത്സരത്തിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കാൻ മലയാള താരത്തിന് സാധിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. എന്നാൽ മുൻ ഇന്ത്യൻ താരം അശ്വിൻ പറയുന്നത് സഞ്ജു സാംസൺ അമിത ചിന്തകളാൽ സമ്മർദ്ദത്തിലാണെന്നും ഇപ്പോൾ ലൈനും ലെങ്ത്തുമൊന്നും റീഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ്. നിങ്ങളൊരു നല്ല കളിക്കാരനല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വരെ എത്താൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളാൽ മൂടപ്പെട്ടിരിക്കുമ്പോൾ ലൈനും ലെങ്ത്തും തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അവൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. സഞ്ജുവിന് ഇപ്പോൾ വേണ്ടത് വിശ്രമമാണ്. അതുവഴി മികച്ച രീതിയിൽ ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും അശ്വിൻ പറയുന്നു. സഞ്ജുവിനെ മിഡിൽ ഓർഡറിലേക്ക് മാറ്റണമെന്ന വാദങ്ങളെയും അശ്വിൻ എതിർത്തു. ഒരാൾക്ക് വേണ്ടി മാത്രമായി ടീമിൽ ഒരു സ്ലോട്ട് ഉണ്ടാക്കി നൽകാൻ പറ്റില്ല. സഞ്ജു മധ്യനിരയിലേക്ക് വന്നാൽ അത് ബാറ്റിംഗ് നിരയുടെ ബാലൻസ് തെറ്റിക്കും. എല്ലാവരും സഞ്ജുവിന് ചുറ്റും കറങ്ങണമെന്ന് പറയുന്നത് ശരിയല്ല എന്നും അശ്വിൻ പറയുന്നു. ന്യൂസിലൻഡിനെതിരെയുള്ള T20 പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ 10 റൺസെടുത്ത് മടങ്ങിയ സഞ്ജു 2-ാം മത്സരത്തിൽ 6 റൺസിന് പുറത്തായി. 3-ാം മത്സരത്തിൽ ഇന്നിങ്സിലെ ആദ്യ പന്തിൽ ഗോൾഡൻ ഡക്കായി മടങ്ങി. 4-ാം മത്സരത്തിൽ നന്നായി കളിച്ചെങ്കിലും 24 റൺസാണ് സഞ്ജു നേടിയത്. ഇന്ന് നാട്ടുകാരുടെ മുമ്പിൽ സഞ്ജു ഒരു തകർപ്പൻ ഇന്നിങ്സോടെ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.